നമുക്ക് നാടകം ആരംഭിക്കാം. കഥാകൃത്തിനും കഥാപാത്രങ്ങൾക്കും സംഭവിച്ചത്. നിങ്ങളുടെ നശിച്ച പേടിക്കുക അതിലാണ് കളിക്കുന്നത്. ഓ, ഞാനായിരുന്നു കണക്കെഴുത്തുകാരൻ. കണക്കെഴുത്തുകാരനൊന്നുമല്ല, ഞാൻ ചിത്രഗുപ്തൻ. അത് തന്നെ അല്ലയോ ഞാനും പറഞ്ഞത്. ചിത്രഗുപ്തൻ താനല്ലേ ഇവിടെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ഒക്കെ പോകേണ്ടവരുടെ കണക്കുകൾ എഴുതി സൂക്ഷിക്കുന്നത്? നിങ്ങളൊരു എഴുത്തുകാരനായിരുന്നല്ലോ, വിശ്വവിഖ്യാതനായ സാഹിത്യ എഴുത്തുകാരൻ. അതെ, വൈക്കം മുഹമ്മദ് ബഷീർ. പലരും എന്നെ വിളിക്കുന്നത് എപ്പോൾ സുൽത്താനല്ല എന്ന് വെച്ച് ഞാൻ സുൽത്താനൊന്നുമല്ല കേട്ടോ. അറിഞ്ഞതും അനുഭവിച്ചതുമായ കാര്യങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുന്ന വിനീതനായ ഒരു ചരിത്രകാരൻ മാത്രം. എന്റെ കണക്കുകളിൽ ചില പൊരുത്തക്കേടുകൾ കണ്ടതുകൊണ്ടാണ് ഞാൻ താങ്കളെ കാണാൻ വന്നത്. തന്റെ കണക്കുകളൊന്നും എനിക്ക് കേൾക്കേ വേണ്ട. നമ്മൾ തമ്മിലുള്ള എല്ലാ കണക്കുകളും വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ ഒരു ജൂലൈ 5-ാം തീയതി തീർത്തതാണ്. അത് ശരിയാണ്. ഭൂമിയിലെ കണക്കുകളൊക്കെ തീർത്ത് മയ്യത്തായി നിങ്ങൾ മുകളിലെത്തിയപ്പോൾ ദൈവം നിങ്ങളെ ഇങ്ങോട്ടയച്ചു, ഈ സ്വർഗത്തിലേക്ക്. അതെ, എനിക്ക് മാത്രമായി ഇവിടെ ചില പ്രത്യേക സാഹചര്യങ്ങളൊക്കെ ചെയ്തത്. ആ ചാരകസേന, പിന്നെ ആ മാർഗോസിൻ മരം, പിന്നെ ഈ ഗ്രാമഫോൺ പെട്ടി,
ദേ നോക്ക. കണ്ടോ, എന്റെ കണക്കിൽപ്പെടാത്ത കുറെ ആളുകളുടെ പേരുവിവരമാണിത്. എടോ, എത്ര കൂട്ട എന്നോടൊരു കാര്യം പറഞ്ഞാൽ ബുദ്ധിമുട്ടാകുന്നു. ഇല്ല, എങ്കിൽ എനിക്ക് തന്നെ ഈ കണക്കുകളും പേര് വിവരങ്ങളും ലിസ്റ്റ് ഒന്നും അറിയുകയേ വേണ്ട. തനിക്ക് ദയവ് ചെയ്ത് ഇവിടെ നിന്ന് പോയി തരാമോ? എനിക്ക് വീടിയും വലിച്ച് പാട്ടും കേട്ട് ഈ കസേരയിലൊന്ന് കിടക്കണം. ഈ കസേര വീടിയും വലിച്ച് പാട്ടും കേട്ടങ്ങനെ സുഖിച്ചിരിക്കാമെന്ന് നിങ്ങൾ കരുതണ്ട. എന്റെ കണക്കിൽപ്പെടാത്ത ഈ ആളുകൾക്ക് നിങ്ങൾ തന്നെ സമാധാനം പറയാം. ഞാനോ? നിങ്ങളാണ് അവരെ ശിക്ഷിച്ചത്. ഞാനോ? അതെ, നിങ്ങൾ. വൈക്കം മുഹമ്മദ് ബഷീർ. നിങ്ങളുടെ ആ ലിസ്റ്റിൽ അനീസിന്റെ പേരുണ്ടോ എന്ന് നോക്കിയാട്ടെ. അനീസ്. ഓ, നോക്കിയാട്ടെ. അനീസ്. അനീസ് പ്ലീസ്. അനീസ് ഇല്ലല്ലോ. ഇല്ലല്ലോ. എങ്കിൽ ഷാഹിനാന്റെ പേരുണ്ടോ? ഷാഹിന. ഓ, ഷാഹിന ഉണ്ടോ? ഷാഹിന. ഷാഹിന പ്ലീസ്. നോക്കിയാട്ടെ. ഇല്ല, ഷാഹിന ഇല്ല. ഓ, ആശ്വാസമായി. അവരാണ് എന്റെ മക്കൾ, എന്റെ സൃഷ്ടികൾ. അവരുടെ ഭൂമിയിലെ വാസം കഴിയുമ്പോ അവരിങ്ങ് പോന്നോളൂ. പക്ഷേ അവരല്ല എന്റെ പ്രശ്നം, മറ്റു ചിലരാണ്. നോക്ക്, ഭൂമിയിലേക്ക് നോക്ക്.
അത്ഭുതകരമായ പ്രവൃത്തി. ആട്ടെ, എന്തായി കുരുവിയുടെ പേര്? അതാണോ ഇയാളുടെ പേര്? കൊള്ളാം, നല്ല പേര്.
ഫാത്തിമയും നിസാർ അഹമ്മദും അവരുടെ കുടുംബവും ഒക്കെ ഫാത്തിമയുടെ ഉമ്മ കുഞ്ഞുദാസിമ്മ, അതെ, ബാപ്പ അടിമമക്കൾ, പിന്നെ നിസാർ അഹമ്മദിന്റെ സഹോദരി ആയിഷ. അതെ അതെ, അങ്ങനെ കുറെ പേരുണ്ട് ഈ ചിത്രഗുപ്തന്റെ കണക്ക് പുസ്തകത്തിലെ കണക്ക് തെറ്റിക്കുന്നവർ. അത് താനെതിനാണോ ബേജാറാവുന്നത്? നിരക്ഷരകുഷിയും എന്ന സർവ്വജീവജാലങ്ങളോടും കരുണയുള്ളവളുമായ കുഞ്ഞുപാത്തുമ്മ വിദ്യാസമ്പന്നനും കവിയുമായ നിസാർ അഹമ്മദിനെ കല്യാണം ചെയ്തു. അതിൽ ആർക്കും ഒരു ദോഷവുമില്ലല്ലോ. ഇല്ലെന്ന് മാത്രമല്ല, ഗുണങ്ങളുണ്ട്. എന്താണ് ഗുണം? ഇതാണ് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഒന്നും അറിഞ്ഞുകൂടാന്ന്. ഇതോ ഈ പറവായ പറമ്പുകൾ മുഴുവൻ തൂറി നാട്ടിക്കൊണ്ടിരുന്ന കുഞ്ഞുതാറ്റുമാരുടെ കുടുംബത്തിനും നിസാർ അഹമ്മദ് കക്കൂസ് ഉണ്ടാക്കിക്കൊണ്ടില്ലടോ. പിന്നെ ഇതാണ് കൊഞ്ഞു പോയി വലിയ കാര്യം തന്നെയാണോ അന്ന് മനുഷ്യനെ വെളിച്ചത്തിലേക്ക് നയിക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണോ. ഇന്ന് ഇവിടെ മതത്തിന്റെയും പൗരത്വത്തിന്റെയും പേരിൽ, വംശീയതയുടെയും വർഗവരയുടെയും പേരിൽ കൊള്ളയും കൊലയും കൊള്ളിവയ്പും, എന്തിന് അമ്മമാരെയും സഹോദരിമാരെയും പിഞ്ചു ബാലികമാരെയും വരെ നഗ്നരാക്കി തെരുവീതിയിലിട്ട് അപമാനിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന ഇന്നത്തെ ഈ ആശ്രഭൂമിയിൽ അന്ന് നടന്ന ഒരു സംഭവമാണോ അത്? കാരണം കണ്ടു നോക്ക്, അതാ കണ്ടു നോക്ക്.
മധുരോദാരമായ ഒരു മറുപടിയാൽ എന്നെ അനുഗ്രഹിക്കണമെന്ന് സാറാമ്മയുടെ സ്വന്തം കേശവൻ. കൊള്ളാം, ഇതിൽ കവിതയുണ്ട്, തത്വജ്ഞാനമുണ്ട്, മിസ്റ്റിസിസമുണ്ട്. ഈ കത്തിൽ എന്റെ ഹൃദയത്തിന്റെ രഹസ്യം മുഴുവൻ ഇതവർക്ക് കൊടുക്കണം. ഇത്തവണയെങ്കിലും എന്റെ സാറാമ്മയ്ക്ക്
എന്ത് കാര്യം? മറന്നോ? എന്റെ ജോലിയുടെ കാര്യം. ജോലി ചെയ്യുന്നതായി എനിക്ക് എന്തെങ്കിലും ഒഴിവുണ്ടെന്ന് തിരക്കാമെന്ന് പറഞ്ഞിട്ട്. അതൊരു ചോട്ട ബാങ്കല്ല സാറാണ്. നമുക്ക് വേറെ എവിടെയെങ്കിലും നോക്കാം. വേറെ എവിടെയെങ്കിലും ഒഴിവുള്ളതായിട്ട് അറിയാവോ? ഒഴിവുണ്ട്. എന്റെ ഹൃദയത്തിൽ വലിയൊരു ഒഴിവ്. എന്താ പറഞ്ഞത്? അല്ല, ഒഴിവുണ്ടെന്ന് പറയുക. എവിടെ? പറയാം. ഞാൻ അവിടെ ഞാനേ സംസാരിക്കുന്ന നേരം പോലെ ആദ്യ മാസമേ ഇത് ഈ മുറിയുടെ താക്കോല. ഇനി ഞാനില്ലാത്തപ്പോ കമ്പും കോലും ഇട്ട് കുത്തി തുറക്കാൻ നോക്കണ്ടല്ലോ. ഇപ്പൊ ഞാൻ പോയിട്ട് വരാം. മറ്റേ സംഗതി മറക്കരുത്. ഏത്? എന്റെ ജോലിയുടെ കാര്യം. ഞാനൊരു ജോലി തന്ന സാറാമ്മ സ്വീകരിക്കോ? തീർച്ചയായും നിരസിക്കില്ല. ജോലി എന്താന്ന് പറയും. ഞാൻ സാറാമ്മയെ ഗാഠമായി സ്നേഹിക്കുന്നത് പോലെ സാറാമ്മ എന്നെയും ഗാഠമായി സ്നേഹിക്കും. ഓഹോ, അതാണ് ജോലി. അതെ സാറാമ്മ, സാറാമ്മയെ ഞാൻ വളരെ കാലമായി സ്നേഹിക്കും. ഇത് എത്ര കാലമായി? പണ്ട് പണ്ടെന്ന് പറയുമ്പോൾ എത്രമാത്രം പണ്ട്? പണ്ടെന്ന് പറയുമ്പോൾ കുറെ പണ്ട്. എന്നിട്ട് എന്തേ ഈ വിഷയം ചെയ്തതാണെന്ന് പറയുന്നേ? ഞാൻ എന്നും സാറാമ്മയ്ക്ക് ഒരു പ്രേമലേഖനം എന്നിട്ടോ? എന്നിട്ടത് കീഴിക്കളി. പറ, ഞാൻ പറഞ്ഞ ജോലി എങ്ങനെയുണ്ട്? ജോലി തരക്കേടില്ല. ശമ്പളം നിശ്ചയിച്ചു. ശമ്പളം എത്ര വേണം? തന്നെ നിശ്ചയിച്ചു. ഒരു 200 രൂപ. അത് വളരെ കുറവാണ്. ഇതിൽ കൂടുതൽ തരാൻ പറ്റില്ല. ദിവസം 9 മണിക്കൂർ വെച്ച് 30 ദിവസം ജോലി ചെയ്ത കിട്ടുന്ന കാശിൽ നിന്ന് സാറാമ്മയുടെ അപ്പത്തിന് മുറിവാണെങ്കിൽ ഹോട്ടലുകാരന് ശാപ്പാടിന്റെ പൈസ ഗോപിക്ക് ഉണ്ടലക്കണെന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരുമാതിരി പട്ടിണി കിടന്നാൽ കിട്ടുന്ന കാശാണ് ഞാൻ തരാറുള്ളത്. ഇതിൽ കൂടുതൽ തരാൻ നോക്കിയില്ല സാർ. എന്റെ ജോലി വളരെ കടുപ്പമുള്ളതാണ്. ഭവാൻ 24 മണിക്കൂറിൽ 9 മണിക്കൂറേ ജോലിയുള്ളൂ. ബാക്കി മുഴുവൻ സമയം വിശ്രമമാണ്. പക്ഷേ എന്റെ ജോലിക്ക് വിശ്രമമില്ലല്ലോ. രാവും പകലും ഊണിലും ഉറക്കത്തിലും വളരെ സ്നേഹിക്കണ്ടേ? അത് വേണം, അത് വേണം. ജോലി സ്ഥിരമോ അത് താൽക്കാലികമോ? ജോലി സ്ഥിരം, ശാശ്വതം, സ്വന്തം. കൊള്ളാം. ശ്രീമാൻ കേശവൻ നായർ ടിമ്മായാലും എനിക്ക് ജോലി ഉറപ്പാണല്ലോ. എന്താ? ഭവാൻ മരിച്ച് മണ്ണടിഞ്ഞ് കളിക്കാൻ ശമ്പളം ആര് തരും? മനസ്സിലാകുന്ന സ്ത്രീകളുടെ കളിക്കകത്ത് നിലാവിളിച്ച മഴയും ഈ ജോലിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഭവാന്റെ മരണത്തിന് ശേഷം ആര് ശമ്പളം തരുന്നത് ഒരു നിശ്ചയമില്ല. മരണം നമുക്ക് ഒരുമിച്ചായാലോ? ഇതാണ് സ്വാർത്ഥതയുടെ നഗ്നപ്രകടനം. ശ്രീമാൻ കേശവൻ നായർ മരിക്കുമ്പോൾ ഞാനും മരിക്കണമല്ലേ? തലയ്ക്കുള്ളിൽ നിലാവളിച്ചം തന്നെ. സാറാമ്മേ, ഞാൻ പറഞ്ഞ മധുര സുന്ദരമായ ആ പ്രണയ ജോലി നീ സ്വീകരിക്കില്ല. മധുരസുന്ദരമായി നാളെ പറയാം. മധുര സുന്ദരമായ പ്രണയം. അതെ, അവസാനം കേശവൻ നായരും സാറാമ്മയും വിവാഹത്തിലായി ഇവർക്ക് മക്കളുണ്ടായി. അതെ. എങ്കിലല്ലേ നമുക്ക് ഈ ഭൂമിയിലെ ജാതിയും മതവും ഒക്കെ ഇല്ലാതാക്കാൻ കഴിയും. എന്നിട്ടും ജാതിയുടെയും മതത്തിന്റെയും പേരിലുള്ള ഈ കലഹങ്ങൾ അത് അവസാനിക്കുന്നില്ലല്ലോ. അതെ, അതാണ് പ്രശ്നം. ആ പ്രശ്നം അതല്ല എന്റെ പ്രശ്നം. എന്റെ കണക്കിൽപ്പെടാത്ത കുറെ ആളുകൾ ഭൂമിയിൽ ഇങ്ങനെ വിഹരിക്കുന്നതാണ് എന്റെ പ്രശ്നം. അതൊക്കെ അത്ര വലിയ പ്രശ്നമാണോളൂ. അത് പിന്നെ പറയാനുള്ളൂ. എന്റെ കണക്കിൽപ്പെടാത്ത കഥാപാത്രങ്ങൾ ഭൂമിയിൽ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നം തന്നെയാണ്. ഭൂമിയിൽ നിങ്ങൾ സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ നിരവധിയുണ്ട്. അനശ്വരന്മാരായി നോക്കി
രാജാവേ, കളി പറഞ്ഞു കൊടുക്കരുത്, കളി കാണിച്ചു കൊടുക്കരുത്. രാജാവേ, രൂപത്തെ വെച്ചാൽ നിങ്ങൾക്ക്, ഉള്ളിമേ വെച്ചാൽ നമ്മക്ക്. രാജാവേ, നപ്പായിട്ട് ചിക്കൻ അടിയാൽ നപ്പായിട്ട് ചിക്കനിലേക്ക. രാജാവേ, ഇനി ആരെങ്കിലും ഉണ്ടോ? ചീട്ട് പൊക്കാൻ പോവുകയാണ്. ചീട്ട് പറഞ്ഞാൽ കാണുന്ന പുള്ളിക്ക് കാശ്. രാജാവേ, രാജാവേ, ചീട്ട് പറഞ്ഞാൽ ഇത് പഠിക്കണമെങ്കിൽ ഇത്തിരി തലച്ചോറ് വേണം. നീ പോയി ഇത്തിരി തലച്ചോറ് വായിക്കുക. ഒരു മുത്തപ്പ വന്നിരിക്കുന്നു, മണ്ണൻ മുത്തപ്പ, പോക്കറ്റെടുക്കാതെ. പിന്നെ ഞാൻ മണ്ണനാമേലും എന്റെ തൊഴിൽ ഞാൻ ഒട്ടും മോശം. നീണ്ടു മെലിന്റെ വെല്ലുകൾ നല്ല ചങ്കൂറ്റുള്ളവർക്ക് നല്ല പോക്കറ്റടിക്കാനാണ് സാധിക്കും. വിദേശ രാജ്യങ്ങളിലെ പോക്കറ്റടി പഠിപ്പിക്കുന്ന കോളേജുകളിൽ പോകാം. ഞമ്മക്കറിയാണ് മണ്ണനാകാൻ പറഞ്ഞത്. നീ പോക്കറ്റടിക്കുന്നത് നമ്മൾ പോലീസുകാരോട് പറഞ്ഞു കൊടുക്കണമുണ്ട്. പോലീസിനോട് പറഞ്ഞു കൊടുക്കാറുണ്ടല്ലോ. ഒറ്റക്കണ്ണൻ ഇംഗ്ലീഷ് വണ്ണൈസ് വാങ്ങി പഠിപ്പിക്കാൻ ഓളമണ്ട ഒരൊറ്റ കീരങ്ങ വെച്ചെന്നല്ല. പോക്കറെടുത്തായി അവന്റെ കളി. ഓള ഇന്നത്തെ കളി ഇത് മതി. ഇനി ആരുമില്ല. ഇന്നത്തെ കളി നിർത്തി.
അപ്പൊ ഇച്ചു വായൊക്കെ പൊട്ടിച്ചത് നല്ലതാണ്. ഇനി അങ്ങനെ ചെയ്യൂ. എടി അതിന് കൈ താഴെയാണ്. ഞങ്ങളുടെ ബാപ്പാന്റെ കയ്യില് ഒരു 10 രൂപ പ്രായമുണ്ട്. ഇമ്മക്ക് മാസം തന്നെ നിൽക്കാൻ നടത്തണം സൈനബ.
സമാധാനിച്ച് സൈന്യം വിളിച്ചാകേണ്ടത് മാമ. കള്ളഹറാമി കടക്ക് പുറത്ത് നമ്മക്ക് റൂപുള്ളിടത്തോളം കാലം അത് നടക്കില്ല. എങ്കിൽ കേട്ടോ, മാമായ്ക്ക് രൂപ തന്നെ ഇവിടെ ഞാൻ കേട്ടു. നീ ഞൊട്ടും ഥു, ഓടാ. ഈശോ മിശിഹാ തമ്പുരാൻ മരക്കുരിശിൽ കിടന്നല്ലേ മരിച്ചത്. പിന്നെ പള്ളിക്കെന്തിനാണ് ആ പൊൻകുരിശ്? നമ്മുടെ മകൾ സൈന്യമായി എന്താ പറ്റി? കൈതറായോ? അതിന്റെ ആളുകൾ അങ്ങനെയൊന്നുമില്ല. സൈനവാക്ക് വല്ലാത്ത സങ്കടം. ഞാൻ വിചാരിച്ചു അല്ല കുഞ്ഞുങ്ങളല്ലേ, അല്ല അഭിനയവും കാണിച്ചു സാധ്യതയുണ്ട്. ഇവരുടെ കുഞ്ഞ പ്രേമത്തിലല്ലോ അത് പറയാനാണോ നിന്റെ മകൾ സേനാനെ ആ മുത്തമ്മയ്ക്ക് ഇഷ്ട അവരുടെ പ്രേമത്തിലാണോ? അപ്പോ കാര്യങ്ങളൊക്കെ അങ്ങനെ ആയ സ്ഥിതിക്ക് കാര്യങ്ങളൊക്കെ അങ്ങനെ ആയ സ്ഥിതിക്ക് സൈന്യവായെ മുത്തമ്മ ചക്രക്ക് എത്തിച്ചു കൊടുക്കണം. ആറ്റിലെറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുന്നാരമോ സൈനവേ ആ മണ്ണൻ മുക്തമായിട്ട് നിക്കാതെ ചെയ്ത് പഠിക്കുന്ന പ്രശ്നമില്ല. ഒന്നുകൂടി ആലോചിക്കല്ലോ. ഒന്നുകൂടെ ആലോചിക്കണം. എന്തായാലും വെച്ചു കൊടുത്തേക്കാൻ അതൊട്ടും ശരിയാവില്ല. പോക്കറ നീ ശരിക്കും ഒന്ന് ആലോചിക്കും. ശരി, എങ്കിലൊരു ബെറ്റ്. മുച്ചീട്ട് കഴിയും ആ മണ്ണൻ മുത്തപ്പ നമ്മളെ തോപ്പിച്ച നമ്മുടെ പുന്നാരമാണ് സൈനവേ. അവന് നിക്കാതെ ചെയ്ത് കൊടുക്കാം. താമസിച്ചിട്ട് ഇതുപോലെയുള്ള അച്ഛനായ കഥാപാത്രങ്ങൾ ഭൂമിയിൽ ഇങ്ങനെ ധരിക്കുന്നു.
ജീവിത നാടകത്തിൽ കെട്ടിയാടുന്ന വേഷങ്ങൾ അഴിച്ചു വെച്ച് ഈ പരലോകത്തെത്തിയേ പറ്റൂ. മാമന്റെ പണി നോക്കി പോകുന്നുള്ളൂ. എനിക്ക് പാട്ട് കേൾക്കണം. സാഹിത്യകാര, ഇനി എന്നെ സഹായിക്കാൻ താങ്കൾക്ക് മാത്രമേ കഴിയൂ. ദയവ് ചെയ്ത് എന്നോട് സമ്മതിക്കണം. തന്നെ കൊണ്ട് ഞാൻ തോറ്റു. ഞാൻ എന്താ ചെയ്യുന്നത് പറയും. ഈ ചിത്രത്തിന്റെ കണക്ക് പുസ്തകത്തിൽ അവരെ കൂടി എഴുതി ചേർക്കണം. അത് സാധ്യമല്ല. അങ്ങനെ പറയരുത്. സ്വർഗത്തിലെത്തി അങ്ങേക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തന്നിട്ട് തീർച്ചയായും എനിക്ക് ഞാൻ ചോദിച്ചതെല്ലാം തോന്നും. ഈ ചാരകസേന, മാംഗോസിന്മരം, ഈ ഗ്രാമഭവൻ വേണ്ടി അങ്ങനെയെല്ലാം. അതുകൊണ്ട് ദൈവത്തിന് ഇഷ്ടമാ. അതെ, ഞാൻ വിശ്വസാഹിത്യം ധരിച്ചതുകൊണ്ടാണോ? അങ്ങേക്ക് എന്താഗ്രഹം സാധ്യത ദൈവം എന്നെ നിയോഗിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. തീർച്ചയായും. പറ്റൂ. എന്താ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ സാധിക്കും. തീർച്ചയായും പറഞ്ഞോളൂ. എങ്കിൽ ഈ മാറിയ കാലത്ത് എനിക്ക് കുറച്ചു കാലം കൂടി എന്റെ കഥാപാത്രങ്ങൾക്കൊപ്പം കഴിയണമെന്നുണ്ട്. വളരെ വിചിത്രമായ ആഗ്രഹം. ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലെത്തി ആരും ഇതുവരെ തിരിച്ചു പോകണമെന്ന് പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, നിങ്ങളിപ്പോഴും ചിരഞ്ജീവിയായി അനശ്വരനായി ഭൂമിയിലുണ്ട്. അതൊക്കെ ശരിയാണ്. എങ്കിലും അട്ടിമുട്ടി മാറിപ്പോയ ഈ പുതിയ കാലത്തെ പുതിയ ഭൂമിയിൽ കുറച്ചു കാലം കൂടി എനിക്ക് എന്റെ കഥാപാത്രങ്ങൾക്കൊപ്പം കഴിയണമെന്നുണ്ട്. കൊള്ളാം. നന്മ നഷ്ടപ്പെട്ട ഭൂമിയിൽ താങ്കളെ പോലെയുള്ള മാനവ സ്നേഹികളായ എഴുത്തുകാരെ ആവശ്യമുണ്ട്. പക്ഷേ ഇവിടുത്തെ കാര്യം ഒട്ടും സുഖകരമല്ല എന്നോർക്കണം. എങ്കിലും പൊയ്ക്കോളൂ. ഭൂമിയിൽ നിന്നും സ്വർഗത്തിലെത്തിയ സാഹിത്യകാരൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ ഞാനിതാ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് അയക്കും. ഭൂമിയിൽ ജീവിതം ഏൽപ്പിച്ച നിരവധി വേഷങ്ങൾ കെട്ടിയാങ്ങിയ ഞാൻ ഇതാ ഈ നാടകത്തിന്റെ ക്ലൈമാക്സ് തേടി ഭൂമിയിലേക്ക് പോകുന്നു. ഒരിക്കൽ കൂടി എന്റെ കഥാപാത്രങ്ങളെ കാണാൻ, ഒരിക്കൽ കൂടി എന്റെ കഥാപാത്രങ്ങളെ കാണാൻ, ഒരിക്കൽ കൂടി എന്റെ കഥാപാത്രങ്ങളെ എല്ലാവരും അവരുടെ മുറിയിലേക്ക് വിട്ടു. ഭക്ഷണത്തിന് മുമ്പ് മരുന്ന് കഴിക്കാനുള്ളവർ മറന്നു പോകാതെ മരുന്ന് കഴിക്കണം. ഇന്നലെ ഇതിൽ ചിലർ മരുന്ന് കഴിക്കാൻ മറന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞതാ, സാവധാനം കുഞ്ഞുള്ള സാവധാനം.
എന്താ ഇവിടെ ആരെങ്കിലും കാണാൻ വന്നതോ? അല്ല, എവിടെയാ വീട്? വൈക്കം തലയോറപ്പുറമില് ആ, എന്നെ കൂടി ഇവിടുത്തെ അന്തേവാസിയാക്കണം. ആ, ആ, ആ. ഇവിടെ അന്തേവാസിയാകണമെങ്കിൽ 1 ലക്ഷം രൂപ മുതൽ 15 ലക്ഷം രൂപ വരെ തന്നവരുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നടന്നു പോകണമല്ലോ. അയ്യോ, അതെനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ പണമൊന്നും കൊണ്ടുവന്നിട്ടില്ല. അല്ല, കുഴപ്പമില്ല, പോയി പണം വാങ്ങിക്കൊണ്ട് വരൂ. എനിക്ക് സ്വല്പം തിരക്കുണ്ട്. ഹലോ, അതെ, ഞാൻ മാനേജരാണ്. ആ, വന്നു. ആ, കുഴപ്പമില്ല, വന്നു. ഇതൊന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് പണം കൊണ്ടുവന്നിട്ടില്ല. എന്താ ഇപ്പോ ഒരു പണി?
കഥയാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ചോദിക്കാൻ നിങ്ങൾ പത്രത്തിൽ നിന്നാണോ? അല്ല, ഞാൻ നേരത്തെ പത്രത്തിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. അല്ലേ, ഈ പ്രായത്തിൽ പത്രത്തിൽ നിന്നൊക്കെ പിരിച്ചു വീഴും. പിന്നെ വല്ലതുമൊക്കെ എഴുതി അങ്ങനെ ജീവിക്കാം. അതെ, നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? പത്രക്കാരൊക്കെ എഴുതി ഞാനിപ്പോ വലിയ അല്ല, പിന്നെ മുത്തപ്പ, നീ സൈനമാനെ കെട്ടിയില്ലേ? മാമായ്ക്ക് റൂള്ളപ്പോ തന്നെ സൈനവാല കെട്ടി. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. അല്ല, അത് പിന്നെ ഞാൻ കുറെ കാലം വെറുമ്പേനായിരുന്നു. അതുകൊണ്ടായിരുന്നു അറിയാതെ വന്നത്. അവിടുത്തെ പത്രത്തിലൊന്നും വന്നില്ലേ എന്ത്? എന്നെ കുറിച്ച്? അങ്ങനെ വന്ന് കാണും, പക്ഷെ ഞാൻ കണ്ടതായിട്ട്. പത്രക്കാരനാണെങ്കിലും പത്രം വായിക്കുന്ന ശീലമൊന്നുമില്ല. വായിച്ചിരുന്നെങ്കിലും പിന്നെ നീ മുച്ചിട്ടുകളിൽ മാമാനെ തോൽപ്പിച്ചു. തോൽപ്പിച്ചത് കൊണ്ടാണല്ലോ സൈനവാല എനിക്ക് കല്യാണം കഴിച്ചു തന്നു. തോൽപ്പിക്കാൻ സഹായിച്ചത് സൈനവയാണെന്ന് അറിഞ്ഞപ്പോ ഉപ്പനാദ്യം കുറെ പൊട്ടിത്തെറിഞ്ഞു. എങ്കിലും മുച്ചീട്ടുകളിയുടെ എല്ലാ തന്ത്രങ്ങളും മാമായിടം കഴിച്ചു. മുച്ചീട്ടുകളിയും പോക്കറ്റടിയും ചായക്കച്ചവടവും ചേർത്ത് ഞാൻ പുതിയൊരു കളി കളിച്ചു. കൂട്ടായ്മ തന്നെ. പക്ഷേ ജീവിതത്തിൽ ഇന്നേറെ ആരെയും പറ്റിച്ചു. കള്ളപ്പണം കുന്നുകുട്ടിയുടെ മേശയിൽ നിന്ന് ഞാൻ അടിച്ചു മാറ്റിയിട്ടു. അങ്ങനെ വളർത്താറുണ്ട്. അല്ല, സൈനമായും പോക്കറും ഒക്കെ ഇപ്പോഴുണ്ടോ? പാപ മരിച്ചിട്ടില്ല. അവിടെ എവിടെ? അവിടെയാണ് പ്രായമുള്ള ആൾക്കാരെ കിടത്തിയിരിക്കുന്നത്. അവയ്ക്ക് തീരെ വയ്യ. മരിച്ചിട്ടില്ല എന്ന് മാത്രമേ കിടന്ന കിടപ്പിലാണല്ല. തീരുവയാണ് കൂടെ നിന്ന് നോക്കുന്നത്. എനിക്കില്ല, ഞാനങ്ങോട്ട് ചെല്ലും. ഞാൻ ചെന്നിട്ട് വേണം സൈനമയ്ക്ക് എന്തെങ്കിലും കഴിക്കാൻ. സന്തോഷം കൊണ്ടാ. എന്ത് പറഞ്ഞു മോള്? ഗൾഫിലേക്ക് വേഗം മടങ്ങി ചെല്ലണമെന്ന്. ഗൾഫിലൊക്കെ ഇപ്പൊ വീട്ടു ജോലിക്ക് ആളെ കിട്ടണമെങ്കിലേ നല്ല പൈസ എണ്ണി കൊടുക്കണം. നീ ആകുമ്പോ അത് വേണ്ടല്ലോ, അവളുടെ തള്ളയല്ലേ. എനിക്ക് വഴി ഇനി കഷ്ടപ്പെടാൻ. ഇനി കഷ്ടപ്പെടാൻ പാടില്ല. ഈ കേശവന്നാൽ ജീവിച്ചിരിക്കുമ്പോ ഇനി നീ കഷ്ടപ്പെടാം. നീ ഓർത്തു നിന്നോ നമ്മൾ ഒന്നിച്ച് ജീവിതം തുടങ്ങിയതിനെ കുറിച്ച്? എങ്ങനെ മറക്കാനാ? വീട്ടിൽ വാടകയ്ക്ക് താമസിക്കാമെന്ന കേശവൻ നായർ എനിക്കൊരു പ്രേമലേഖനം തന്നു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് സംഭവബഹുലമായ ജീവിതം. നാട് വിട്ട് നഗരങ്ങൾ താണ്ടി നമ്മൾ ഒരുവിധം കഷ്ടപ്പെട്ട് ജീവിതം കൈപ്പെടുത്തി. അതിനിടയിൽ വരുന്ന രണ്ട് മക്കൾ, ആകാശം ഐഷയും. അവരെ നമ്മൾ മതമില്ലാതെ വളർത്താൻ ശ്രമിച്ചു. അതിന്റെ പേരുണ്ടായ പ്രശ്നങ്ങൾ, കഷ്ടങ്ങൾ, നഷ്ടങ്ങൾ. എല്ലാ നഷ്ടങ്ങളും നമ്മൾ ഒരുമിച്ച് പരിഹരിച്ചില്ലേ? ആകാശം കേന്ദ്ര ഓഫീസിലെ വലിയ ഉദ്യോഗസ്ഥനായി. മകൾ ആയിഷ
മനസ്സിലായില്ലല്ലോ. ഇവിടുത്തെ പുതിയ അന്തേവാസിയാണ്. ദേവാസ്യൊന്നും ആയിട്ടില്ല. ഇവിടെ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അറിയാതെന്നിരിക്കുന്നു. അവസാന കാലം കഴിച്ചു കൂട്ടാൻ അല്ല സാറേ. കേശവൻ നായരും നാറാമനുമല്ലേ? അതെ, ഞങ്ങളെ അറിയാമോ? കയ്യിൽ പുസ്തകമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വായനക്കാരനായിരിക്കും. വായനക്കാരനൊക്കെ ഞങ്ങളെ അറിയാം. വൈക്കം മുഹമ്മദ് ബഷീർ എന്നൊരാൾ ഞങ്ങളെ കുറിച്ച് കഥ എഴുതിയിട്ടുണ്ട്. ഓഹോ. പ്രേമലേഖനം. പക്ഷേ ഞാൻ വായിക്കുന്നൊന്നുമില്ല കേട്ടോ. ഇതാണ് ഇപ്പോഴത്തെ ആൾക്കാരുടെ ഒരു കുഴപ്പം. പുസ്തകങ്ങളെല്ലാം മേടിച്ചു കൂട്ടും, പക്ഷേ ഒന്നും വായിക്കത്തില്ല. സമയമേറെ കൊടുത്തോളൂ. അല്ല, നിങ്ങൾ ഇതുവരെ പോയി? അല്ല, ഞാൻ പിന്നെ ഇവിടെ തന്നെ താമസിക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വെറുതെ ഇവിടെ താമസിക്കാൻ പറ്റില്ല. ഫോർമാലിറ്റീസ് എല്ലാം പൂരിപ്പിക്കണം. ഫോർമാലിറ്റീസ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻ പൂരിപ്പിക്കണം. പിന്നെ ഞാൻ പറഞ്ഞ തുക ഡൊണേഷൻ നടക്കണം. ആപ്ലിക്കേഷൻ ഞാൻ ഇപ്പൊ തന്നെ പൂരിപ്പിച്ചു തരാം. പിന്നെ പൈസ ഞാൻ കൊണ്ടുവന്നിട്ടില്ല. എങ്കിൽ പോയി പണമായി. അല്ല, അത് പിന്നെ ഒരു പിന്നെയുമില്ല. ഇപ്പൊ തന്നെ സമയമായി. അല്ല, ഈ ഒരു രാത്രി എന്നെ ഇവിടെ ഒന്ന് കഴിയാൻ സാധ്യമല്ല, സാധ്യമല്ല. എന്താന്ന് വെച്ചാൽ ഇവിടുത്തെ അന്തേവാസികൾക്ക് മാത്രമേ ഇവിടെ താമസിക്കാൻ പറ്റുകയുള്ളൂ. ഈ രാത്രിയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയെന്നാൽ അതിന് ഉത്തരവാദിത്തം പറയുന്നത് ഞങ്ങളാ. അല്ല, ഈ നേരം വൈകി ഞാൻ എങ്ങനെ പോകാന്? ഇങ്ങോട്ടൊന്നും പറയണ്ട. ആ സെക്യൂരിറ്റിക്കാരൻ വന്ന് ഇറക്കി വിടുന്നതിന് മുമ്പ് വേഗം പൊട്ടോളൂ. ഇപ്പോ വണ്ടികളൊന്നും കിട്ടില്ല, അതുകൊണ്ടാണ്. വേണ്ടെന്ന് പറഞ്ഞില്ലേ? പോയിട്ട് വരും, പോയിട്ട് വരും. പോലീസ് സ്റ്റേഷനിലേക്കാണ്. നിങ്ങൾ എന്തിനാ സെക്യൂരിറ്റി അടിച്ചു വിളിക്കുന്നത്? പറയാം. എന്നെ ഇങ്ങോട്ട് കടന്നു അനുവദിച്ചില്ല. അപ്പോൾ പിന്നെ എന്താ ചെയ്യുക? അടിച്ച് താഴെ ഇട്ടു. മാറ്റുന്നില്ല. കുറച്ച് കഴിയുമ്പോ താഴെ പോയിക്കോളും. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ആരാ നിങ്ങൾ? ഞാൻ ആകാശ്, ഒരു മതസേവകൻ എന്ന് മാത്രം തൽക്കാലം കരുതിയാൽ മതി. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? ഈ വൃദ്ധസദനത്തിൽ പുതിയൊരു അന്തേവാസി അയാളെ കാണിച്ചത് ഞാൻ വേഗം പോയേക്കാം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ വന്നതില്ല. കള്ളം പറയുന്നു. വൈക്കം മുഹമ്മദ് ബഷീർ എന്നൊരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അയാളെ കാണിച്ചതേക്ക് ഞാൻ വേഗം പോയേക്കാം. എന്തിനാണ് നിങ്ങൾക്ക് വൈക്കം മുഹമ്മദ് ബഷീറിനെ കാണേണ്ടത്? ജീവനോടെയോ കൊന്നു കൊണ്ടുപോകാൻ. എവിടെ അയാളുടെ ഒരാളിവിടെ വന്നിട്ടില്ല. കള്ളം പറയായിരുന്നു. കൃത്യമായ വിവരങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. എഴുത്തുകാരും നാടകക്കാരും കലാകാരന്മാരും അപകടകാരികളാണ്. അവർ ജീവിക്കേണ്ടത് ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. ഞങ്ങൾ പറയുന്നതനുസരിച്ച് മാത്രമേ അവർ ജീവിക്കാവൂ. ഇല്ലെങ്കിൽ കൊന്നുകളും സപ്തർഹാഷിനെയും ഗൗരി ലങ്കേഷിനെയും കൽബുർഗിയെയും നബോൽക്കറെയും ഗോവിന്ദ് ബൻസാനെയും ഒക്കെ ചെയ്തതുപോലെ അല്ലേ? മിണ്ടിപ്പോകരുത്. ആ കേസൊക്കെ ഞങ്ങൾ ഒതുക്കി വെച്ചിരിക്കുക. ഇനി അതെപ്പോ മിണ്ടിപ്പോകും. ഇതൊരു വൃദ്ധസദനമാണ്. ദയവ് ചെയ്ത് കൊണ്ട് പോകും. ഓതാ ആ എഴുത്തുകാരനെ കാണിച്ചിട്ടേക്ക് ഞാൻ വേഗം പോയേക്കാം. അങ്ങനെ വന്നില്ലെന്ന് പറഞ്ഞില്ലേ? കള്ളം പറയുന്നു. ഇവിടെ ഈ മുറിയിൽ എവിടെയായാലും നിങ്ങൾ അന്വേഷിക്കുന്ന എഴുത്തുകാരൻ ഞാനാണ്, വൈക്കം മുഹമ്മദ് ബഷീർ. നിങ്ങളെ കണ്ടുപോയി. എനിക്ക് വേണ്ടത് ഇയാളെ
മക്കളെ മക്കളെ ഇപ്പോഴെങ്കിലും നീ ഞങ്ങളെ അന്വേഷിച്ച് വന്നല്ലോ. അല്ല, അവൻ നിങ്ങളെ അന്വേഷിച്ചല്ല, അവൻ എന്നെ അന്വേഷിച്ചാണ് വന്നത്. ആകാശപ്പെട്ടായി അവൻ ഇഷ്ടമില്ലാത്തവരെ അവൻ എന്തിനാണ് ഇരിക്കുന്നത്? അവന്റെ പേര് അവൻ തന്നെ മാറ്റിയതല്ലേ? ആകാശ് എടാ, നീ എന്തിനാണ് പാവങ്ങളെ ഉപദ്രവിക്കുന്നത്? നിങ്ങളെന്താ ഇവിടെ? ഇപ്പോഴെങ്കിലും ചോദിച്ചല്ലോ. നീ വലിയ ഉദ്യോഗസ്ഥരായി നാട് വിട്ട് കഴിഞ്ഞപ്പോ നിനക്ക് ജന്മം നൽകിയ ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും നീ തിരക്കില്ല. ഇപ്പൊ ഇങ്ങനെയെങ്കിലും കാണാൻ കഴിഞ്ഞത്. എടാ, എന്തിനാണ് ഈ ആയുധം? എന്തിനാണ് ഈ ആയുധം എടുക്കുന്നത്? ഈ നാടിന് വേണ്ടി, എന്റെ മതത്തിന് വേണ്ടി. നിന്റെ മതമോ? ജാതിയുടെ മതത്തിന്റെ അതിർവരമ്പുകൾ അറുത്ത് മാറ്റിയവരാണ് ഈ കേശവൻ നായരുടെ സമരം. ഞങ്ങളുടെ മകനായ നിനക്ക് എന്ത് ജാതി, ഏത് മതം? നിങ്ങൾ ചെയ്ത തെറ്റിൽ ഞാൻ തിരുത്തി. ഞാൻ മതം സ്വീകരിച്ചു. അതും ഈ നാട്ടിലെ ഭരണാധികാരിയുടെ മതം തന്നെ. എന്റെ മതമാണ് ശരി. മതരാഷ്ട്ര നിർമ്മിതിയാണ് എന്റെ ലക്ഷ്യം. മതത്തിന് വേണ്ടി ഞാൻ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് ഭീഷണി. ഇയാൾ മതേതരത്തിൽ സംസാരിക്കും. ഇയാളെ ഞാൻ സ്വന്തം ജീവിതം കൊണ്ട് മതേതരത്വം സ്ഥാപിച്ച ഞങ്ങളെ കൊന്നിട്ട് നിനക്ക് കാണുന്ന ഇയാളെ കൊണ്ടുപോകാൻ പറ്റുള്ള കൊല്ലണ ഞങ്ങളെ. എടാ മഹാഭാവി, നീ എന്റെ വായിക്ക് തന്നെ വന്ന് പിറന്നല്ലോ. എന്താണ് നമ്മുടെ മോൻ ഇങ്ങനെ ആയത്? നമുക്ക് ഇങ്ങനെ ഒരു മോനില്ല. മതത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിൽ കണ്ണുകളുടെ പ്രസക്തിയില്ല. അത് പെറ്റമ്മയുടേതാണെങ്കിൽ പോലും. ഇപ്പോൾ ഞാൻ പോകുന്നു. പക്ഷേ ഞാൻ വീണ്ടും വരും ഇയാളെ കൊണ്ടുപോകാൻ. എന്താണ് നമുക്ക് ഇങ്ങനെ ഒരു മോനില്ല. മനുഷ്യരാകുമ്പോ ശ്രമിക്കും. അത് മനസ്സിലാക്കുമ്പോ തീർച്ചയായും ചെയ്യും. ശ്രമിക്കാതിരിക്കും. മാപ്പ്. ഞങ്ങളുടെ മകൻ നിങ്ങളോട് ചെയ്ത തെറ്റിന് മാപ്പ്. എന്തായത്? അവൻ എന്നെ ഒന്നും ചെയ്തില്ലല്ലോ. എന്താ ഒന്നുമില്ല. അവൻ പോയില്ലേ? ഇനി നേരെ ഒരുപാട് വൈകി പോയി കിടന്ന് ഉറങ്ങിക്കോളൂ. ഇതൊക്കെ കാണും, ഉണ്ടാക്കിയിട്ടല്ലോ. ഇതൊക്കെ കാണും. എങ്ങനെ ഉറങ്ങാനാണ്? വിളിക്കാതിരിക്കൂ. ഒരു ഉറങ്ങും അല്ലേ? ഒന്നും സംഭവത്തില്ലല്ലോ ഇവിടെ. എത്ര പ്രാവശ്യം പോലീസ് വിളിക്കണം? എന്നും വിളിച്ചേക്കില്ല. അതെങ്ങനെയാ? ഇവിടെ പോലീസുമില്ല, ഒരു ഉണ്ടയുമില്ല. ഞാൻ ഇവിടെ നിന്നും പോകാൻ തീരുമാനിച്ചു. താങ്കൾ ഇപ്പോൾ പുറത്തേക്ക് പോകുന്ന അപകടമാണ്. എന്ത് അപകടം? ഇതിനേക്കാൾ ഭീകരമായ അപകടങ്ങളല്ലേ നമ്മൾ നിത്യേന എന്നോട് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ വന്നതിന്റെ പേരിൽ നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾക്ക് ക്ഷമ. മിസ്റ്റർ വൈക്കം മുഹമ്മദ് ബഷീർ, താങ്കൾക്ക് ആ മുറി ഉപയോഗിക്കാവുന്നതാണ്. ഇല്ല, ഇനി ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്കാണ് അപകടം. അതൊന്നും കുഴപ്പമില്ല. താങ്കൾ ആ മുറിയിലേക്ക് പോയി. അപ്പോ എന്നെ ഇവിടുത്തെ അന്തേവാസിയൊക്കെ അതൊക്കെ പിന്നീട് ആലോചിക്കാം. പൊയ്ക്കോളൂ. ഞാൻ മുറിയെല്ലാം ഒന്ന് അടച്ചു. ചെല്ലു. ചോദ്യങ്ങളൊന്നും ഇപ്പോൾ പറയുന്നത് നമ്മുടെ അനുസരിച്ചാൽ മതി. ഇന്ന് വന്ന ആ സാഹചര്യം
ആരാണ് നിങ്ങൾ? എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എന്തിനാണ് ആ മനുഷ്യനെ ഇങ്ങനെ ഉപദ്രവിച്ചത്? മതി, നിർത്ത. ചോദ്യങ്ങൾ വേണ്ട. നീ ചോദ്യങ്ങളെ ഭയപ്പെടുന്നു അല്ലേ? ഭയമോ? അതെന്റെ വിട്ടുമില്ല. ഞാൻ കബീർ മുഹമ്മദ് മുസ്തഫ. വിശുദ്ധ മതകഥമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിനുവേണ്ടി ഏതൊക്കെ വരെയും ഞാൻ പോകും. വിശുദ്ധ യുദ്ധം ജയിച്ച് സ്വർഗം പോവുകയാണ് നിന്റെ ലക്ഷ്യം അല്ലേ? മഹാനായ പോരാളി, അണ്ടകടാഹങ്ങളുടെ ക്ഷേമം സ്വപ്നം കാണുന്ന ഈ ഉള്ളവൻ അങ്ങ് എന്താണാവോ ആഗ്രഹിക്കുന്നത്? നിങ്ങൾ എന്നെ പരിഹസിക്കും. അങ്ങനെ തോന്നിയോ? എനിക്ക് അത്ഭുതം തോന്നുന്നു. എന്തിന്? മരണം ഇങ്ങനെ തൊട്ട് പിന്നിൽ നിൽക്കുമ്പോഴും നിങ്ങളിങ്ങനെ ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് അത്ഭുതപ്പെടാതെ പറ്റില്ലല്ലോ. എഴുത്തോ നിന്റെ കഴുത്തോ, ഇതിൽ കൂറേതിനോടൊന്ന് ചോദിച്ചുകൊണ്ടൊരുവൻ എന്നരികിൽ വരുന്നില്ലേ? ദൈവമേ, ഉണ്മയെങ്കിൽ തിരിച്ചെടുത്തേക്കൂ എന്ന്. നരകത്തിലേക്കെങ്കിൽ അങ്ങോട്ടേക്ക്. ഈ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. പ്രാർത്ഥിച്ചതല്ല, സന്ദർഭത്തിന് അനുയോജ്യമായ ഒരു കവിത ചൊല്ലിയതാണ്. എപ്പോൾ തന്നെ എങ്ങനെ അറിയാം? മതഭ്രാന്തന്മാർ ഓതിത്തുന്ന വിഷം കിടന്ന് തിളയ്ക്കുകയല്ലേ തലയ്ക്കുള്ളിൽ. എന്റെ മതം എന്നെ ഏൽപ്പിച്ച ചുമതല ഞാനിവിടെ നിർവഹിക്കും. സർവശക്തന്റെ വിധി നടപ്പിലാക്കേണ്ടത് വിശ്വാസിയായ എന്റെ കടമയാണ്. ഇവിടെ മതത്തെയും സദാർത്ഥത്തെയും കുറിച്ച് എഴുതുന്നതും പറയുന്നതുമാണ് തെറ്റ്. ഞാനിത് വിധി നടപ്പിലാക്കാൻ പോകുന്നു. എന്താ കബീർ മുഹമ്മദ് മുസ്തഫ, നിന്റെ കൈകൾ വിറയ്ക്കുന്നു? ഇല്ല, വെട്ടിയും വെടിവെച്ചും മാറപ്പ് തീർന്നതാണ് കൈകൾ. പാപ്പ ഇവിടെ, പാപ്പ എന്താ ഇവിടെ? ഞാൻ മാത്രമല്ല, നിന്റെ ഉപ്പ തൈലമയും മാമയും ഇവിടെ തന്നെയാണ്. ഞങ്ങൾ വീട്ടിലിരുന്ന് നോക്കേണ്ട നീ നിങ്ങളുമായി സംഘങ്ങളുടെ കൂടെ ചേർത്ത് കൊടും കുറ്റവാളികൾ വികസിക്കുകയാണ്. അല്ല, സർവശക്തന്റെ വിധി നടപ്പാക്കാൻ നീ വിധി നടപ്പാക്കുന്നത് എല്ലാവരും തന്നെ മണ്ടനെന്ന് മണ്ടമുത്തപ്പ എന്ന് വിളിച്ച് കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ ഞാനല്ല മണ്ടൻ. നീയാണ് കബീർ മുഹമ്മദ് മുസ്തഫ. ഞാനിനി പിന്നോട്ടില്ല. നമ്മുടെ പൗരത്വം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന ഇക്കാലത്ത് എന്റെ വഴികളാണ് ശരി. നിങ്ങൾ എന്നെ വീണ്ടും പരിഹസിക്കുന്നു. അങ്ങനെ തോന്നുകയരുത്. നിങ്ങൾ എന്തിനാണ് ഞാൻ ചിരിക്കുന്നത്? കരയാൻ അറിയാത്തത് കൊണ്ട്. നിർത്തുന്നല്ലോ. ഭവാൻ ഇങ്ങനെ വിവരക്കേടുകൾ വിളിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ കരയണമെന്നുണ്ട്. പക്ഷേ കരയുന്നതും കരയിപ്പിക്കുന്നതും ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു എന്ന് ചിരിക്കുന്നു. മതവിളകിയ ആന മുന്നിൽ കണ്ട സർവ്വതിനെയും ചവിട്ടി അരച്ച് നശിപ്പിച്ചുകൊണ്ട് ഓടുന്നത് പോലെ നിങ്ങളെപ്പോലെ മതഭ്രാന്തന്മാരായ യുവാക്കൾ ഈ സമൂഹത്തിലെ സർവ്വ നന്മകളെയും നശിപ്പിച്ചുകൊണ്ട്, ലോകത്തെ സർവ്വ നന്മകളെയും നശിപ്പിച്ചുകൊണ്ട്, ജീവിതത്തിന്റെ സർവ്വ മൃദുല ഭാവങ്ങളെയും ഇല്ലാതാക്കിക്കൊണ്ട് ഭ്രാന്തത്തോടുന്ന് നടക്കുമോ? കരയുന്നുണ്ട്. പക്ഷേ ഈ നെറികെട്ട കാലത്തെ എഴുത്തുകാരന് എല്ലാം ചിരിച്ചുകൊണ്ട് രേഖപ്പെടുത്തി വെച്ചേ മതിയാകൂ. ഞങ്ങൾക്കെതിരായി എഴുതിയവരുടെ കൈകൾ ഞങ്ങൾ വെട്ടിമാറ്റിയിട്ടുണ്ട്. അറിയാം, എന്നിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ തീരുന്നില്ലല്ലോ. നിങ്ങളാണ് ഞങ്ങളുടെ പ്രശ്നം. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ഓരോ നിമിഷവും ഞങ്ങൾക്ക് പ്രശ്നങ്ങൾ തന്നെയാണ്. സമാധാനത്തിന്
വിശുദ്ധ മതലോകത്ത് മാത്രമാണ് സാധ്യമാവുന്നത്. വിശുദ്ധ യുദ്ധമാണ് നടത്തുന്നത്. തത്വജ്ഞാനം. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധം, മതങ്ങൾ തമ്മിലുള്ള യുദ്ധം, മനുഷ്യർ തമ്മിലുള്ള യുദ്ധം, മനസ്സുകൾ തമ്മിലുള്ള യുദ്ധം, ആയിരം തെറ്റുകളാണ് ലോകത്തേക്ക് ഉപയോഗിക്കുന്നത്. ഇവിടെ സ്നേഹത്തെയും സമാധാനത്തെയും കുറിച്ച് പറയുന്നതാണെങ്കിൽ നിങ്ങൾ തെറ്റുകാരനാണ്. പക്ഷേ ശിക്ഷയാണ് നമുക്ക് ഇത് ചെയ്യുന്നത്. നീ ഇയാളെ സ്വീകരിക്കാനല്ലേ? നടക്കില്ല. നിന്നെയൊക്കെ നാട് കടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു. ഞങ്ങൾ നാട് നടത്താനും തടവിലാക്കാനും നിനക്കാവില്ല. അതിനു മുന്നേ നിന്നെ ഞങ്ങൾ കൊന്നിരിക്കും. അതിനു മുമ്പ് ഇയാളെ ബഷീറിനെയാണ് എനിക്ക് തീർക്കേണ്ടത്. പരസ്പരം കൊന്നു തീർക്കാൻ നടക്കുന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും മുന്നിലുള്ള ഇപ്പോഴത്തെ ഏക പ്രശ്നം ഞാനാണ്. അതെ, സന്തോഷം, വളരെ സന്തോഷം. മതങ്ങളുടെ പേരിൽ തമ്മിലടിച്ച് കൊന്നു തീർക്കാൻ നടക്കുന്ന നിങ്ങൾക്ക് രണ്ടുപേർക്കും ആ ഒരു കാര്യത്തിലെങ്കിലും യോജിപ്പിലെത്താൻ കഴിഞ്ഞല്ലോ. എന്തിനാണ് ഈ വയോധികനായ മനുഷ്യന് നിങ്ങൾ എത്രയധികം ഭയപ്പെടുന്നു? എന്ത് തെറ്റാണ് ഈ മനുഷ്യൻ നിങ്ങളോട് ചെയ്തത്? അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. പറയണോടാ, പറയണം. നിനക്ക് ജന്മം നൽകിയെന്നുള്ള മഹാപാതകം ചെയ്ത അവരെ ഞാനാണ് വെച്ചത്. പോലീസ് വരുന്നതിന് മുമ്പ് വീണേ. കഥ പറഞ്ഞ് കഥയായി മാറിയ ബഷീറിന് നേരെ ഉയർത്തിയ വാൾമുനയും ആകാശിന്റെ അമ്മ സാറാമയും ബഷീറിന്റെ ഇടനെഞ്ചിന് നേരെ പാഞ്ഞു ചെന്ന വെടിയുണ്ടയേറ്റ് കബീർ മുഹമ്മദിന്റെ ബാപ്പ മണ്ടൻ മുത്തപ്പയും മരിക്കുന്നിടത്ത് വേണമെങ്കിൽ ഈ നാടകം അവസാനിപ്പിക്കാം. പക്ഷേ വൈക്കം മുഹമ്മദ് ബഷീർ എന്ന സ്നേഹപ്രവാചകന്റെ കഥാപാത്രങ്ങൾക്കോ കഥാപാത്രങ്ങളുമായി ബന്ധമുള്ളവർക്കോ അങ്ങനെയാകാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് വിശ്വവിഖ്യാതനായ കഥാകാരന്റെ കൽപ്പന പ്രകാരം ഈ നാടകം മറ്റൊരു ക്ലൈമാക്സിലേക്ക് പ്രവേശിക്കുകയാണ്.